പക്ഷേ 2 സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ കണ്ണ് വെട്ടിച്ച് ഈ ക്യാഷ് അടങ്ങിയ ട്രക്ക് റോബറി ചെയ്യാൻ ഇത്തിരി പാടാണ്. റോബർട്ടോയ്ക്ക് ആ സിറ്റിയിലെ എല്ലാ റൂട്ട്സും ഈ ട്രക്ക് ക്യാഷ് റീഫിൽ ചെയ്യുന്ന ഏരിയയും ഒക്കെ കൃത്യമായിട്ടറിയാം. ട്രക്ക് എന്നും ATMൻ്റെ അടുത്താണ് പാർക്ക് ചെയ്യുന്നത്. ഏതു നേരവും സെക്യൂരിറ്റി സ്റ്റാഫ് ട്രക്കിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാൾ ATMൽ ക്യാഷ് ഫിൽ ചെയ്യുമ്പോൾ മറ്റേയാൾ ട്രക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു സ്ഥലമൊഴിച്ച്, അത് സർക്കസ് എന്നൊരു കാസിനോ ആയിരുന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ATMലേക്ക് ക്യാഷ് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം, പിന്നെ ATMൽ ക്യാഷ് റീഫിൽ ചെയ്ത് തിരിച്ച് വണ്ടിയിലേക്ക് എത്തുന്ന സ്ഥലം. അത് രണ്ടും 2 സ്ഥലമായിരുന്നു. അതായത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് 2 സ്ഥലത്താണ്. ഈ കാസിനോയ്ക്ക് അകത്ത് കുറേ ATMs ഉണ്ട്. എല്ലാത്തിലും ക്യാഷ് റീഫിൽ ചെയ്യണം. ഏകദേശം 1-2 മണിക്കൂർ എടുക്കും. ഇവിടെ മാത്രമാണ് 2 സെക്യൂരിറ്റി സ്റ്റാഫ്സും ക്യാഷ് റീഫിൽ ചെയ്യാൻ പോകുന്നത്. ഈ ലൂപ്പ് ഹോളാണ് റോബർട്ടോ യൂസ് ചെയ്തത്. ക്ലിയർ ആയി പറഞ്ഞ ഈ സർക്കസ് എന്ന കാസിനോക്കകത്ത് ഏകദേശം 8 ATMകളോളം ഉണ്ട്. വൺസ് ഈ ട്രക്ക് ബേസ്മെൻറ്റിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 8 ATMലും ഫിൽ ചെയ്യാനുള്ള പണം സൂട്ട് കേസിലാക്കിയിട്ട് കാസിനോക്കകത്ത് കയറിപ്പോകും. 1-1.5 മണിക്കൂറോ കഴിഞ്ഞായിരിക്കും അവർ തിരിച്ചു വരുന്നത്. ആ ഒരു പോയിന്റാണ് അവർ ട്രക്കിലെ പണം റോബറി ചെയ്യാനെടുത്തത്. അതിനു മുമ്പ് ഹിത്തിന് കുറേ ട്രെയിനിങ്സ് ഉണ്ടായിരുന്നു. മിനിമം സ്പീഡിൽ എങ്ങനെ കുറേ ദൂരം വണ്ടി ഓടിക്കാമെന്ന്. കാരണം ആ ട്രക്ക് സ്പീഡ് ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അലാറം അടിച്ച് കമ്പനിയിലേക്ക് മെസ്സേജ് പോവും. സോ വളരെ ശ്രദ്ധിച്ച് 2 മാസത്തോളം ഇങ്ങനെ വണ്ടി ഓടിച്ച് ട്രെയിനിങ് എടുത്തു. അങ്ങനെ ഒരു ദിവസം റോബറിക്കായിട്ട് പ്ലാൻ ചെയ്തു. ആസ് യൂഷ്വൽ ഒരു ട്രക്ക് നിറയെ പണം ഫിൽ ചെയ്ത് അന്ന് ആ കാസിനോയിലെ ATMനകത്ത് പണം നിറയ്ക്കണം. അവിടുത്തെ ബേസ്മെൻറ്റിൽ വണ്ടി പാർക്ക് ചെയ്തു. സെക്യൂരിറ്റി സ്റ്റാഫ് ഈ ട്രക്കിലെ ആവശ്യമുള്ള പണം എടുത്ത് സൂട്ട് കേസിലാക്കി കാസിനോക്കകത്തേക്ക് പോയി. ഈ സമയം കൊണ്ട് 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ ഹീത്ത് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ പറഞ്ഞ പ്ലാൻ പ്രകാരം 20 മിനിറ്റ് കൊണ്ട് ട്രക്ക് ഒരു ഗ്യാരേജിലെത്തിച്ചു. ആക്ച്വലി ഈ ഗ്യാരേജ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു റോബർട്ടോ റെന്റിനെടുത്തിരുന്നത്. ട്രക്ക് ഗ്യാരേജിലെത്തിയതും അയാൾ ഈ ട്രക്കിലെ ക്യാഷ് മാറ്റി മറ്റൊരു ട്രക്കിലാക്കി. എന്നിട്ട് പോസ്റ്റ് ഓഫീസിലെത്തി. ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നും എക്സ്പ്രസ് കൊറിയർ വഴി പണമെല്ലാം മറ്റൊരു സ്ഥലത്തെത്തിച്ചു. ഏകദേശം 30 ബോക്സുകളിലായിട്ടാണ് പണം എത്തിച്ചത്. അതായത് സെക്യൂരിറ്റി സ്റ്റാഫ് എത്തുന്ന സമയമെന്നത് 1 മണിക്കൂർ. ആ സമയമാകുമ്പോഴേക്കും പണമെല്ലാം ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഭീമമായ തുക നഷ്ടപ്പെട്ടു എന്ന വാർത്ത മുഴുവൻ സ്പ്രെഡാകും. ന്യൂസ് സ്പ്രെഡാവുന്നതിന് മുന്നേ തന്നെ പാർസൽ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് എത്തിക്കണം. അല്ലെങ്കിൽ ന്യൂസ് സ്പ്രെഡായതിനു ശേഷം ഈ പാർസലൊക്കെ ഉറപ്പായും ചെക്കിങ് വരും. അതാണ് ഈ എക്സ്പ്രസ് കൊറിയർ വഴി അയച്ചത്. ഇനി ഈ സെക്യൂരിറ്റി സ്റ്റാഫ് മിനിമം 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ ട്രക്കും ഹീത്തിനെയും കാണാനില്ല എന്ന് അവർ കമ്പനിയിൽ ഇൻഫോം ചെയ്യും. അപ്പോഴേക്കും 1.5 മണിക്കൂർ കഴിയും. ആ 1.5 മണിക്കൂറിൽ, അതായത് റോബറി ചെയ്ത പണവും ഹീത്തും റോബർട്ടോയും ആ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തെത്തും. ഏതായാലും പണം പാർസൽ ചെയ്തു. അടുത്ത പണി എന്നത് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് അവർക്ക് ഈ സ്ഥലം വിടണം. നേരെ എയർപോർട്ടിലെത്തി. അപ്പോഴേക്കും ട്രക്ക് റോബറി ന്യൂസ് മീഡിയാസിൽ എത്തിയിരുന്നു. അതായത് ന്യൂസ് പുറത്തു വന്നു തുടങ്ങി. ഈ സമയത്ത് ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറി 2 പേരും രക്ഷപ്പെടുന്നു. ഏതായാലും ഹീത്തിൻ്റെ ഡീറ്റെയിൽസ് ഈ ക്യാഷ് ഹാൻഡ്ലിംഗ് കമ്പനിയുടെ ഡാറ്റാബേസിലുണ്ട്. ഹീത്തിൻ്റെ ഫോട്ടോ വെച്ചാണ് മീഡിയാസ് ന്യൂസ് പുറത്തുവിട്ടത്. പക്ഷേ റോബർട്ടോ ഹീത്തിൻ്റെ അപ്പിയറൻസ് തന്നെ മാറ്റിയെടുത്തു. അവളെ ഒരു ഗ്രേ ഹെയർ വിഗൊക്കെ ധരിപ്പിച്ച് ഒരു വയ്യാത്ത ആളുടെ ലുക്കിലെത്തിച്ചു. ഹീത്തിൻ്റെ പേരും മാറ്റി. ആ പേരിലാണ് ഈ പ്രൈവറ്റ് ജെറ്റ് ബുക്ക് ചെയ്തത്. അവർ ഡെൻവർ എയർപോർട്ടിലേക്കാണ് എത്തിയത്. അവിടെ നിന്ന് ടാക്സി എടുത്ത് ഒരു ഹോട്ടൽ റൂമിലെത്തി. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അവർ റോഡ് മാർഗം മിയാമിയിലെത്തി. പക്ഷേ പോലീസ് ഇവരെ ലാസ് വേഗാസിലാണ് അന്വേഷിച്ചിരുന്നത്. മിയാമിയിലെത്തി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലാസ് വേഗാസിൽ നിന്ന് അയച്ച പാർസലുകൾ മിയാമിയിലെ പോസ്റ്റ് ഓഫീസിലെത്തി. അതും കളക്ട് ചെയ്ത് അവർ മിയാമിയിലെ അപ്പാർട്ട്മെന്റിലിരുന്നു. ഈ സമയം കൊണ്ട് ഹെദറിന്റെ ഫോട്ടോസൊക്കെ പോസ്റ്ററായിട്ട് സ്ട്രീറ്റിലൊക്കെ പേസ്റ്റ് ചെയ്ത് തുടങ്ങി. കണ്ടുപിടിക്കുന്ന ആൾക്ക് വലിയൊരു തുക റിവാർഡും ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് മിയാമിയിലെത്തിയ ശേഷം അവർ മാസങ്ങളോളം പുറത്തിറങ്ങിയില്ല. ഈ സമയത്ത് ഗ്യാരേജ് റെന്റിന് കൊടുത്ത ഓണർ മാസങ്ങളായി ഗ്യാരേജ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി. റോബർട്ടോയെ കാണാനുമില്ല. അതുകൊണ്ട് ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് ഈ ഗ്യാരേജിൽ നിന്ന് ഈ ക്യാഷ് ഹാൻഡ്ലിംഗ് കമ്പനിയിൽ നിന്ന് കാണാതായ ട്രക്ക് കണ്ടെടുത്തു. ആക്ച്വലി ഈ ഗ്യാരേജ് റെന്റിനെടുത്തത് റോബർട്ടോ ആയിരുന്നു. സോ കേസിൽ റോബർട്ടോ ഹെദറിന്റെ കൂടെയുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. റോബർട്ടോയുടെ ഹിസ്റ്ററി തപ്പി നോക്കിയ പോലീസ് ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുൻപ് ഇതേ കമ്പനിയിലെ റോബറി ചെയ്യുന്നതിനിടയിലാണ് ഇയാൾ പോലീസ് പിടിയിലായത്. അങ്ങനെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഹെദറും റോബർട്ടോയും വന്നു. ഇവർ 2 പേരും മിയാമിയിലെ അപ്പാർട്ട്മെന്റിൽ പുറത്തിറങ്ങാതെ മാസങ്ങളോളം നിന്നു.
മിയാമിയിലും അവർക്ക് സപ്പോർട്ടായിട്ട് മെർലിൻ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. മെർലിന് യങ് ഏജ് ആയിരുന്നു. അവൾ റോബർട്ടോയോട് വളരെ ക്ലോസ് ആയിട്ടായിരുന്നു ഇടപെട്ടിരുന്നത്. അത് ഹെതറിന് ഇഷ്ടമായില്ല. ആക്ച്വലി ഹെതറിന് റോബർട്ടോയോട് ഭ്രാന്ത് പിടിച്ച പ്രണയമായിരുന്നു. റോബർട്ടോ മിയാമിയിൽ നിന്ന് കരീബിയനിലേക്ക് പോയി മെർലിനുമായിട്ട്. പക്ഷെ ഇവിടെ ഹെതർ മിയാമിയിൽ 2 മാസത്തോളം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ പെട്ടുപോയി. പോലീസ് ലാസ് വേഗാസിൽ ഉറപ്പായും ഈ പാർസൽ അയച്ച പോസ്റ്റ് ഓഫീസ് തപ്പിപ്പിടിക്കും. അതുവഴി മിയാമിയിലേക്ക് അയച്ച ആ പാർസൽ ലൊക്കേഷൻ കണ്ടെത്തും. അങ്ങനെ ഹെതറിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഹെതർ മനസ്സിലാക്കി. അങ്ങനെ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് ഹെതറിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ റോബർട്ടോ വന്നു. അവളെയും കരീബിയൻ സീയിലേക്ക് കൊണ്ടുപോയി. ഏതായാലും അവിടെയും ഹെതറിന് സന്തോഷം കെടുത്താൻ വേണ്ടി മെർലിൻ ഉണ്ടായിരുന്നു. മെർലിനും റോബർട്ടോ ആയിട്ടുള്ള ബന്ധം ഹെതറിന് ഇഷ്ടമല്ല. പക്ഷേ ഇത് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഹെതറിനെ റോബർട്ടോ ഉപേക്ഷിക്കുമോ എന്ന പേടി നല്ല പോലെ അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഇതിന് പ്രതികരിക്കാൻ പോയില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മെർലിൻ ഇവർക്കിടയിൽ നിന്ന് പോയി. അവിടെ വെച്ചാണ് ഹെതർ മനസ്സിലാക്കുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. ഓൾറെഡി പേടിച്ചാണ് ഓരോ മൊമെൻറ്റും അവൾ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി കൂടി ആയപ്പോൾ അത് ആ കുഞ്ഞിനെയും ബാധിക്കും. അവൾ ഏതായാലും ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ തയ്യാറല്ല. അതേസമയം FBI ലാസ് വേഗാസിലും മിയാമിയിലും വരെ എത്തി. പക്ഷേ ഹെതറിനെയും റോബർട്ടോയും കണ്ടുപിടിക്കാനായില്ല. എന്നും ഇങ്ങനെ പേടിച്ചു കഴിയണം. അതുകൊണ്ട് അവർ മറ്റൊരു രാജ്യത്ത് താമസിക്കാമെന്ന് തീരുമാനിച്ചു. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലെത്തി. ഒരു ഫേക്ക് പാസ്പോർട്ടൊക്കെ ആയിട്ടാണ് അവർ ആംസ്റ്റർഡാമിലെത്തിയത് തന്നെ. അവിടെ എത്തി 8 മാസം കഴിഞ്ഞപ്പോൾ അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവരെല്ലാവരും ഫേക്ക് ഐഡന്റിറ്റിയിൽ ജീവിച്ചു. ഹെതറിന്റെ പേര് എമിലിയോ മാർട്ടിൻ എന്നാക്കി. ടോണി മാർട്ടിൻ എന്ന് മകനും പേരിട്ടു. പക്ഷേ റോബർട്ടോ മറ്റൊരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഹെതറിന് മനസ്സിലായത് റോബർട്ടോ തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന്. അയാളുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് സ്നേഹിച്ചിരുന്നത്. ഓരോ പെണ്ണിനെയും ഓരോ ടാസ്കിനായിട്ടാണ് റോബർട്ടോ സ്നേഹിച്ചിരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഞ്ഞിനെ നന്നായി വളർത്താൻ പറ്റില്ല. അതുമാത്രമല്ല റിലേഷൻഷിപ്പിൽ വഴക്കും അടിയുമൊക്കെ പതിവായി. അതുകൊണ്ട് അവൾ റോബർട്ടോ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി. എന്തിനും പണം വേണം. അവൾ വീട്ടുജോലികളൊക്കെ ചെയ്തു തുടങ്ങി. ഒരു UK പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ച് ബ്രിട്ടനിലെത്തി. അവിടെ വെച്ച് ഒരു റിലേഷൻഷിപ്പൊക്കെ അവൾ സ്റ്റാർട്ട് ചെയ്തു. അയാളെ മാരേജും ചെയ്തു. ആ UK പാസ്പോർട്ടിൽ ഹെതറിന്റെ പേര് എന്നത് ഡോണ ഈതൻ എന്നാണ്. മകന്റെ പേര് ടൈലർ ഈതൻ. പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പോൾ ആ പാസ്പോർട്ട് എക്സ്പയർ ആവും. പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്താൽ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടും. പക്ഷേ ഹെതർ എന്ന ഡോണ ഈതന് പ്രൂഫായിട്ട് കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു. പാസ്പോർട്ട് എക്സ്പയറി ആയാൽ ഹെതറിനെ പോലീസ് പിടിക്കും. അതുവഴി അവളുടെ ഹിസ്റ്ററി അറിയും. അവളൊരു ക്രിമിനൽ ആണെന്ന് മനസ്സിലാവും. അങ്ങനെ ആ ക്രിമിനലിനെ US അവിടുത്തെ ജയിലിലാക്കും. സോ മറ്റു വഴികളൊന്നും ഇല്ലാതെ അവൾ US സറണ്ടർ ആവാമെന്ന് തീരുമാനിച്ചു. ലാസ് വേഗാസിലെ ഒരു ലോയറിനെ സഹായത്തിനായിട്ട് വിളിച്ചു. സറണ്ടർ ആവുന്നതിന് മുന്നേ ഹീതർ അവരുടെ മകന് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഈ ലോയറിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ലാസ് വേഗാസിലെ ലോയർ പറഞ്ഞതനുസരിച്ച് അവൾ UK നിന്ന് US പോലീസ് പിടിയിലാവാതെ ഇരിക്കാൻ അവൾ ശ്രമിച്ചു. അങ്ങനെ ലാസ് വേഗാസിലെത്തി കോർട്ടിന് മുന്നിൽ സറണ്ടറായി. ആക്ച്വലി അവൾ മോഷ്ടിച്ച പണം ഒന്നും അവൾക്ക് ഉപയോഗിക്കാൻ കിട്ടിയില്ല. റോബർട്ടോ അയാളുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി മാത്രമായിരുന്നു അവളെ ഉപയോഗിച്ചത് എന്ന് കോടതിക്ക് മനസ്സിലായി. സാധാരണ 24 വർഷമാണ് ഇത്തരം കേസുകളിലെ ശിക്ഷ. പക്ഷേ കോടതിക്ക് ഹെതറിന്റെ നിരപരാധിത്വം മനസ്സിലായതുകൊണ്ട് അവൾക്ക് വെറും 5 വർഷം മാത്രമാണ് ജയിൽ ശിക്ഷ വിധിച്ചത്. അവളുടെ കുഞ്ഞിന് വളരാനായി നല്ലൊരു സ്ഥലത്ത് ഏൽപ്പിച്ചു. അങ്ങനെ 5 വർഷത്തിനു ശേഷം അവള് മകന്റെ കൂടെ അമേരിക്കയിൽ തന്നെ ജീവിച്ചു. അപ്പോൾ ഇത്രയും ഭീമമായ തുക കൊള്ളയടിച്ച റോബർട്ടോയ്ക്ക് എന്തുപറ്റി?